ഇസിജില് വേരിയേഷൻ ഒന്നും കാണുന്നില്ലല്ലോ. അതായത് ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഒരസുഖവും പേഷ്യന്റിനില്ല. ഹെൽത്ത് കണ്ടീഷനും നോർമലാണ്. പിന്നെന്താണ് വേദന വരാൻ കാരണം? ആ, ചിലപ്പോ ഗ്യാസിന്റെ ആവാം. പരിശോധിച്ചിടത്തോളം ഷീസ് പെർഫെക്റ്റ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ ഡിസ്ചാർജ് ചെയ്യാം. ഡോക്ടർ, എനിക്ക് ഒന്ന് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണമായിരുന്നു. ക്യാൻ യു പ്ലീസ് കം ഡോക്ടർ? ശരി, വരൂ. എത്ര നാളായടാ കണ്ടിട്ട്? ഒരു കോള് പോലും ചെയ്തില്ലല്ലോ നീ. ഈ പറയുന്ന നീ എന്നെ വിളിക്കാറുണ്ടോ? എനിക്ക് നല്ല തിരക്കല്ലേടാ. ഹോസ്പിറ്റല്, പേഷ്യൻസ്, അത് കഴിഞ്ഞ വീട്ടിലെ കൺസൾട്ടേഷൻ, അങ്ങനെ നല്ല തിരക്ക. അല്ല, നീ വെറുതെ ഇറങ്ങിയതാണോ അതോ എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമുണ്ട്. എനിക്ക് നിന്റെ വലിയൊരു സഹായം ആവശ്യമുണ്ട്. പോരട്ടെ, ആവശ്യങ്ങൾ ഇങ്ങോട്ട് ഇറക്കി വിട്. വേറൊന്നുമല്ല, ഒരാളുടെ വെർജിനിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. വെർജിനിറ്റിയോ? എന്താ സംഭവം? ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഓ മൈ ഗോഡ്, അങ്ങനെ അത് സംഭവിക്കാൻ പോവല്ലേ? അതെ. ആരാ പെണ്ണ്? മിനിസ്റ്റർ പ്രതാപ് വർമ്മയുടെ മകളാണ്, കൃതിക. ഈ പെൺകുട്ടിക്ക് ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്. അതായത് ആദ്യം അവളുടെ വിവാഹം ഫിക്സ് ചെയ്തതാ. ആ കല്യാണം മുടങ്ങാൻ വേണ്ടി അവൾ അവിടുന്ന് ഒളിച്ചോടി പോയത് വർമ്മയുടെ ഒരു PA ഉണ്ട്, രാജു. അവന്റെ കൂടെ പോയത്. അവര് പക്ഷെ കല്യാണം കഴിച്ചതൊന്നുമല്ല. അവൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി താമസിപ്പിച്ചതാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ആണും പെണ്ണും അല്ലേ, എന്തു വേണമെങ്കിലും സംഭവിക്കാലോ. അതിപ്പോ കുറച്ച് പൊടി കലക്കി കൊടുത്തിട്ടാണെങ്കിലും അവന് കാര്യം സാധിക്കാലോ. അതുകൊണ്ട് എനിക്കൊരു ക്ലാരിറ്റി വേണം. ഇപ്പൊ അവക്ക് ചെറിയൊരു പൊള്ളല് പറ്റിരിക്കുക. അതിന്റെ പേരിലാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇതൊക്കെ നോക്കൂ? അതിലൊന്നും ഒരു കാര്യമില്ല. ആസ് എ ഡോക്ടർ ഞാൻ പറയുവാണ്, യു ജസ്റ്റ് ക്യാരി ഓൺ. എന്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും വലുതായി കാണുന്ന ഒരു കാര്യമാണിത്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി പരിശുദ്ധയായിരിക്കണം. അതെനിക്ക് നിർബന്ധം. ഉറപ്പാണോ? കുട്ടി, ഈ ക്യാഷ് തന്നതുകൊണ്ടല്ല ഞാൻ ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്നത്. കുട്ടിയുടെ സാഹചര്യം മനസ്സിലായതുകൊണ്ടാ. താങ്ക് യു ഡോക്ടർ. കുട്ടിയുടെ അച്ഛൻ പുറത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ സംസാരിക്കാം. അച്ഛൻ എത്തിയിട്ടില്ല ഡോക്ടർ. എത്തുമ്പോ ഞാൻ ഡോക്ടറോട് പറയാം. ശരി. വേറെ ആരും കൂടെയില്ലേ? ഉണ്ട്. രാജുവും രാജുവിന്റെ അളിയനും പുറത്തു നിപ്പുണ്ട്. അവരോട് ഞാനിത് പറയണോ? വേണം ഡോക്ടർ. അല്ലെങ്കിൽ ഈ കള്ളം പൊളിയാനുള്ള സാധ്യത കൂടുതലാണ്. അത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് ഡോക്ടർ അവരോടൊന്ന് പറയണം. പിന്നെ പേഷ്യന്റിന്റെ എന്തെങ്കിലും ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ സാധിച്ചു കൊടുക്കണമെന്നും പറയണം. അങ്ങനെ പറയുന്നത് എന്തിനാ? അല്ല, നമ്മളൊരു കള്ളമല്ലേ മാഡം പറയുന്നേ, അപ്പോ അതൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാ. ശരി, എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമല്ലേ, അതും മെഡിക്കൽ എത്തിക്സ് ഒക്കെ മറന്നിട്ട്. അപ്പോ അതിനുള്ളൊരു പ്രതിഫലം ഞാൻ അർഹിക്കുന്നുണ്ടല്ലോ. ആ, തീർച്ചയായും. ഡോക്ടർ പറഞ്ഞാ മതി എത്രയാ വേണ്ടേന്ന്. നാളെ ബാങ്ക് ഓപ്പൺ ചെയ്ത് ഒരു അരമണിക്കൂറിനുള്ളിലേ ഞാൻ ആ എമൗണ്ട് ഡോക്ടറുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാം. 15 ലക്ഷം. അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 15 ലക്ഷോ? അതെ. എന്തെങ്കിലും മാറ്റം ഉണ്ടായാ എനിക്ക് തിരുത്തി പറയേണ്ടി വരും. മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ഡോക്ടർ. ശരി. അളിയ നിന്ന് താളം ചവിട്ടാതെ അങ്ങോട്ട് കെട്ടളിയ. നോക്ക്, അവരുടെ ആഗ്രഹം നടക്കാതിരിക്കാൻ പാടില്ല. എനിക്കും വളർന്നു വരുന്നതേ ഒരു പെങ്കൊച്ച. ആ കൊച്ചിനും ഇവരുടെ ശാപം കിട്ടാതിരിക്കണമെങ്കിൽ അളിയ താലി കെട്ടണം. ഞാൻ കിട്ടുന്നതും അളിയന്റെ കൊച്ചിന് ശാപം കിട്ടുന്നതും തമ്മിൽ എന്താ ബന്ധം? അതൊന്നും പറഞ്ഞുതരാൻ എനിക്ക് വലിയ വൈജ്ഞാനിക ബുദ്ധിയൊന്നുമില്ല. പക്ഷെ ശാപം കിട്ടും, അതുറപ്പാ. അളിയൻ കെട്ട്. അല്ല, ഈ കെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കെട്ടാനായിട്ട് താലി വേണ്ടേ?
താലിയില്ലാതെ കൈവച്ച് കെട്ടാൻ പറ്റില്ലല്ലോ. താലി എന്റേലുണ്ട്. രാജുവിനെ കെട്ടേണ്ട ഒരു സാഹചര്യം വന്ന അതിനുവേണ്ടി പണിയിപ്പിച്ചെടുത്തതാ ഈ താലിയും മാലയും. ഞാനിപ്പോഴും അതെന്റെ ബാഗിൽ കൊണ്ടു നടക്കും. അളിയ, താലി റെഡി. ഇനി എന്തിനാ ആളെയും നിന്ന് താമസിക്കുന്നേ? കെട്ടളിയ.